ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് ദിനത്തിന്റെ ഒരുക്ക ദിനത്തിന്റെ 10 ദിവസങ്ങൾ പിന്നിടുകയാണ്. ഇതാ 11ാം ദിവസം എത്തി നിൽക്കുമ്പോൾ ഇന്ന് കർത്താവ് നമ്മുടെ ചിന്തയ്ക്കായി ഒരു വചനം തരികയാണ്. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ വചനം. അതിമനോഹരമായ ഒരു വചനം. വചനം ഇങ്ങനെയാണ്: കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവിൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായവൻ? കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു. അതെ പ്രിയപ്പെട്ടവരെ, വലിയൊരു വചനം. കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് നിരാശനായത്? നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും കടന്നു വരുന്ന ഒരു വലിയൊരു അവസ്ഥയുണ്ട്: നിരാശ, ടെൻഷൻ, വലിയ ടെൻഷൻ, സ്ട്രെസ്, നിരാശ. ഇത് പലപ്പോഴും കുഞ്ഞു കൊച്ചു തൊട്ട് മുകളിൽ വരെയുള്ളവരെ കാണാൻ പറ്റും. ഒരു കുഞ്ഞ് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിനോട് ഞാൻ ചോദിച്ചു, നീ എന്താണ് അപ്സെറ്റ് ആയിട്ടിരിക്കുന്നത്? അപ്പൊ അവൻ പറയാ, സിസ്റ്റർ, എനിക്ക് ടെൻഷനാ. എന്തിനാ? ഇന്ന് വൈകുന്നേരം അപ്പ വരുമ്പോ എന്റെ കൂടെ ബോൾ കളിക്കുമോ എന്ന് ഓർത്തിട്ട്, അപ്പൊ നേരത്തെ വരുവോ ലേറ്റ് ആകുമോ എന്ന് ഓർത്തിട്ട് എനിക്ക് ടെൻഷനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ് ടെൻഷൻ, ഡിസപ്പോയിന്റ്മെന്റ് ഒക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. എന്നാൽ പ്രഭാഷകനിലൂടെ വചനം നമ്മളോട് പറയുകയാണ്: കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത്? ഒരു നിമിഷത്തേക്കെങ്കിലും ഒക്കെ നമ്മുടെ മനസ്സിങ്ങനെ പവറും, ഒരു ടെൻഷൻ ഒക്കെ വരും. പലപ്പോഴും ഈ ടെൻഷൻ നമ്മൾ പ്രകടിപ്പിക്കും. അത് മറ്റുള്ളവരുടെ മേശത്തേക്കായിരിക്കും ചിലപ്പോൾ പ്രകടിപ്പിക്കുക. അപ്പൊ ഇന്ന് കർത്താവിന്റെ വചനം പറയുകയാണ്: കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? നിന്റെ ടെൻഷനുകളിലൊക്കെ നീ അവിടുത്തെ കൂടുതൽ ആശ്രയിക്കുക, അവിടുത്തെ വിളിച്ചപേക്ഷിക്കുക. അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? അടുത്ത വചനം പറയാണ്: കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ്. അതേ പ്രിയപ്പെട്ടവരെ, എനിക്ക് ആശ്രയിക്കാനുള്ളവൻ, എന്റെ ടെൻഷനും എന്റെ ആകുലതകളും മുന്നോട്ടുള്ള ജീവിതത്തിന്റെ ഭയവും ഒക്കെ എന്നെ പിടികൂടുമ്പോ ഞാൻ ചിന്തിക്കണം, എന്റെ കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യും. നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് കഷ്ടതയുടെ ദിനങ്ങളിൽ നമ്മുടെ രക്ഷയ്ക്കെത്തുന്ന ഈ കാരുണ്യവാനായ കർത്താവിനെ, അവനെ നമുക്ക് ആശ്രയിക്കാം. ഈ പുൽക്കൂട്ടിൽ പിറന്ന യേശുവിനെ ഓർത്ത് ധ്യാനിച്ചുകൊണ്ടുള്ള നമ്മുടെ ഈ യാത്രകളില് നമുക്ക് ഈശോയിൽ ആശ്രയിക്കാൻ. പ്രിയപ്പെട്ടവരെ, പുൽത്തൊഴുത്തിൽ ആശ്രയിക്കാൻ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. സ്വർണത്തിന്റെ വലിയ ഭാണ്ഡക്കെട്ടുകൾ ഉണ്ടായിരുന്നില്ല. സമ്പത്തിന്റെ വലിയ കിഴിക്കെട്ടുകൾ അവിടെ ഉണ്ടായിരുന്നില്ല. മറിച്ച് യോസേപ്പ് പിതാവും പരിശുദ്ധ അമ്മയും സ്വർഗത്തെ ആശ്രയിച്ചു. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത്? നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭഗ്നാശതകളും എടുത്തുമാറ്റി ആർദ്രഹൃദയനായ ഈശോയിൽ ആശ്രയിക്കാൻ ഇന്നേ ദിവസം ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതിനുള്ള കൃപ നമുക്ക് ഈശോയോട് ചോദിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.